ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ടെക്നിക്കാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് SWOT അനാലിസിസ്? ഇതൊരു ഷോർട്ട് ഫോം ആണ്. പ്രധാനമായിട്ട് ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെട്ട് എന്താണ്, ഈ നാലിനെയും അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SWOT അനാലിസിസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഈ 4 ആസ്പെക്റ്റുകളെ അസസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് SWOT അനാലിസിസ്. അതൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ടൂള് കൂടിയാണ്. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ് അറിയാനും എക്സ്റ്റേണലി നമുക്ക് പോവുകയാണ് വെച്ചാൽ എത്രത്തോളം സാധ്യതകളുണ്ട്, നമ്മൾ എന്തൊക്കെ ഭീഷണികൾ നേരിടേണ്ടി വരുന്നു എന്നതിനെക്കുറിച്ച് അറിയാനൊക്കെ യൂസ്ഫുൾ ആണത്. ആൻഡ് അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ നിലവാരം നോക്കുമ്പം ആ ഓർഗനൈസേഷൻ എത്രത്തോളം നല്ല രീതിയിൽ ഡിസിഷൻസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. SWOT അനാലിസിസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ചും അതാത് ബിസിനസ് ഓർഗനൈസേഷന് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക, അതിനെക്കുറിച്ചൊരു അറിവും ബോധ്യവും ധാരണയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള അനാലിസിസ് കൊണ്ട് സാധിക്കും. സോ SWOT അനാലിസിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും എന്തൊക്കെ ഫാക്ടേഴ്സ് ഈ രണ്ട് എൻവയോൺമെൻറ്റും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് SWOT അനാലിസിസിൻ്റെ പ്രത്യേകത. ഇനി ഈ SWOT അനാലിസിസിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതിൻ്റെ 4 ആസ്പെക്റ്റുകളാണെന്ന് പറഞ്ഞു. അതിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ത്രെട്ട്, ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ക്വാളിറ്റിയാണ് അല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ മിഷൻ, ഒരു ദൗത്യം, ഒരു ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ, അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടതായിട്ടൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് എങ്ങനെയാവാം? ടാഞ്ചിബിളായിട്ട് നമുക്ക് കാണും, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിളും ആവാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് വരുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസിനുള്ള പല പോസസ് ചെയ്തിരിക്കുന്ന പല കഴിവുകൾ തന്നെയാണ്. ആൻഡ് അവർക്കെല്ലാം ഒന്നിനോടൊന്ന് മികച്ച ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടൊരു ഫീച്ചേഴ്സും അവിടെ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു ബെനിഫിഷ്യൽ ആസ്പെക്റ്റ് തന്നെയാണ്. ഓർഗനൈസേഷൻ്റെ കാപ്പബിലിറ്റി എന്താണെന്നുള്ളത്, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്രത്തോളം നല്ല രീതിയിൽ പ്രോസസ്സ് കാപ്പബിലിറ്റി ഉണ്ട്, നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഏതൊക്കെയാണ്, പ്രൊഡക്റ്റും സർവീസും എന്താണ്, കസ്റ്റമറുടെ ഗുഡ് വിൽ ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് നല്ലൊരു സ്ട്രെങ്ത്തിന് പറയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഫിനാൻഷ്യൽ റിസോഴ്സും പ്രൊഡക്റ്റ് ലൈനും ഒക്കെ കടമില്ലാത്ത അവസ്ഥ, എംപ്ലോയീസിനോട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള കമ്പനി ആവുക, അതൊക്കെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ഇനി വീക്ക്നെസ് എന്താണ്, പോരായ്മകൾ, ന്യൂനതകൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓരോ മിഷൻ അച്ചീവ് ചെയ്യാനും നമ്മൾ ചിലപ്പം ചില വീക്ക്നെസ്സുകളിലൂടെ കടന്നിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീക്ക്നെസ് ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അതിജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വീക്ക്നെസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് എന്താണ്? ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണോ ഒരു കമ്പനി അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയെ തന്നെയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെയായിരിക്കാം? നമ്മുടെ കയ്യിലുള്ള മെഷീനറി സാധനങ്ങളൊക്കെ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ തേയ്മാനം വരിക, നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് റിസർച്ചും ഡെവലപ്മെൻറ്റ്സിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മളൊരു ബിസിനസ് തുടങ്ങിയ അതേ ലൈനിൽ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക, നല്ല രീതിയിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, ഇതെല്ലാം നമ്മുടെ പോരായ്മകളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ വരുതിയിലാക്കാം, അല്ലെങ്കിൽ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞു മെഷീനറിയുടെ തേയ്മാനം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, അത് മിനിമൈസ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കും ഈ പോരായ്മകൾ. പകരം പുതിയ മെഷീനറി വാങ്ങുക, അല്ലെങ്കിൽ വേണ്ട റിപ്പയർ കൊടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പം അതിനൊരു സൊല്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റുന്നു എന്നതാണ് ഈ ഒരു വീക്ക്നെസ്സിൻ്റെ പ്രത്യേകത. അത് കൺട്രോളബിൾ ആണ്, മിനിമൈസ് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേം നിലവിൽ എങ്ങനെയാണോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി അതിന് പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കഴിവുകളെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനും അതിൻ്റെ സാധ്യതകളെ എത്രത്തോളം ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ അറിയണം. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവസരങ്ങൾ എന്താണെന്നുള്ളത്, നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഭാവിയിലുള്ള സ്കോപ്പ് എന്താണ്, എത്രത്തോളം അവസരങ്ങളുണ്ട്. അപ്പം നിലവിലുള്ള അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്താണോ, സറൗണ്ടിങ്സ് എന്താണോ, എവിടെ ഇരുന്നു കൊണ്ടാണോ ഒരു ഫേം അതിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നത്, ആ ഒരു എൻവയോൺമെൻറ്റ് അതിന് അനുകൂലമാണോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ആ ചുറ്റുപാടുകളെ മനസ്സിലാക്കി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുക, ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഫേമിന് നല്ല പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ സാധിക്കുക. ഓർഗനൈസേഷൻ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അവസരങ്ങളെ മനസ്സിലാക്കുകയും അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമാണ് അവർക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാറുള്ളൂ.
അപ്പോൾ ഓർഗനൈസേഷൻ എപ്പോഴും കെയർഫുൾ ആവേണ്ടത് എന്താണ്? അവനവൻ്റെ സാധ്യതകൾ തിരിച്ചറിയുക, ഗ്രാസ്പ് ചെയ്യുക, എവിടെയൊക്കെയാണോ നമുക്ക് എത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അതെല്ലാം നമ്മൾ വേഗം മനസ്സിലാക്കിയിട്ട് ആ ഒരു സാധ്യതേനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യാനുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് അത് എങ്ങനെയൊക്കെ വരാം? നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന മാർക്കറ്റിൽ നിന്നാവാം, നമ്മുടെ കോമ്പറ്റീഷനിലൂടെ ആയിരിക്കാം, നമ്മൾ നിലനിൽക്കുന്ന ആ ഒരു വ്യവസായ മേഖലയിൽ നിന്നായിരിക്കാം, ഗവൺമെൻറ് നിന്നാവാം, ടെക്നോളജിയിൽ നിന്നാവാം, എങ്ങനെ വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ത്രെട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരിടേണ്ട ചില ഭീഷണികൾ അല്ല, ഭീഷണി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ല, നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം ചിലപ്പോൾ പലതും നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ത്രെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എത്രത്തോളം ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, റിലയബിലിറ്റി അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പം അത് ഒരു വീക്ക്നെസ് ആയിട്ട്, ഒരു പോരായ്മയായിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു ത്രെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് വീക്ക്നെസ് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം, അതേപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യാന്നൊക്കെ അവിടെ പറഞ്ഞു. പക്ഷെ ത്രെട്ട് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ത്രെട്ട് വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ മാത്രമേ, അതിനെ മുൻകരുതൽ എടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുക, സർവൈവ് ചെയ്യുക എന്ന് മാത്രമാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് SWOT അനാലിസിസ്, ആ SWOT അനാലിസിസിൽ വരുന്ന 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇനി ആ SWOT അനാലിസിസ് കൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഹെൽപ്ഫുൾ ആവുന്നത്? ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തുമ്പം ഒന്ന്, നമുക്ക് വേണ്ട വിവരങ്ങൾ അവിടെ കിട്ടുന്നു, ഡിസിഷൻ എടുക്കാൻ വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക, നല്ല രീതിയിൽ അതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയുക, വീക്ക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ മാക്സിമം നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുക, അതേപോലെ തന്നെ ഓവർകം ചെയ്യാം, എന്തൊക്കെ ത്രെട്ടുകളാണോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുക, ആൻഡ് നമ്മുടെ ഫേമിൻ്റെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക, ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ വേണമെന്ന് സെറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നു, നമ്മുടെ ബിസിനസ് തുടങ്ങിയ സമയം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഭാവിയിൽ എവിടേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസിഷൻ എടുക്കാൻ ഈ ഒരു അനാലിസിസ് വളരെ ഹെൽപ്ഫുള്ളാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകൾ നോക്കാം. ഈ ഒരു അഡ്വാൻറ്റേജ് SWOT അനാലിസിസിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുക എന്ന് തന്നെയാണ്. നമ്മുടെ ഫേം, നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതിൻ്റെ സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. നെക്സ്റ്റ് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു വളരെ കോംപ്രിഹെൻസീവ് വൈഡായിട്ട് ഒരു റിസൾട്ട് തന്നെയാണ് SWOT അനാലിസിസിലൂടെ കിട്ടുന്നത്. ഈ 4 ഫാക്ടേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് വ്യൂ തന്നെ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ പറ്റുന്നു. ആൻഡ് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പം അതിന് ഏതിന് മുൻഗണന കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ അവിടെ സാധിക്കുക. ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 4ാമത്തെ പോയിന്റിൽ പറയുന്നത് എൻകറേജസ് കൊളാബറേഷൻസ്, മറ്റുള്ള ഘടകങ്ങളുമായി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പോകാനുള്ളൊരു അവസരം SWOT അനാലിസിസിലൂടെ നമുക്കവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഒരു ഫേമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി ഒരു പുറത്തുനിന്നൊരു വ്യക്തി വരണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് സെഷനൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ ഫേമിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി കോസ്റ്റ് അഡ്വാൻറ്റേജായി. ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളുടെ ആവശ്യം, ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. വളരെ ഷോർട്ടായിട്ടും എളുപ്പത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതുമൂലം ഉണ്ടാകുന്ന ചെലവുകൾ നമുക്ക് പുറമെ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഫേമിൽ തന്നെ അങ്ങനെ ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് മൾട്ടി ലെവൽ അനാലിസിസ്. ഈ ഒരു SWOT അനാലിസിസ് ചെയ്യുമ്പം ഒന്നിലധികം കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇത്തരത്തിലുള്ള അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്.
ഫ്ലെക്സിബിൾ ആൻഡ് വേഴ്സറ്റൈൽ. നമുക്കിങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പം എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇത് ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യല, ഒന്നിലധികം കാര്യങ്ങളിൽ ഇത് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേഴ്സറ്റൈൽ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. SWOT അനാലിസിസ് നമുക്ക് എല്ലാ ലെവലിലും ഏതൊരു സാഹചര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് മെയിനായിട്ട് വരുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ റോ മെറ്റീരിയൽ ചേഞ്ചസ് വരിക, ഗവൺമെൻറ് ലെജിസ്ലേഷൻസ് നിയമനിർമ്മാണത്തിലൊക്കെ മാറ്റങ്ങൾ വരിക, സാമ്പത്തികമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ചേഞ്ച് വരിക, പുതിയ മാർക്കറ്റ് നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ടി കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻറ്റേർണലി വരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് വേണ്ടത്ര റിസർച്ചും ഡെവലപ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങൾ പുവർ ക്വാളിറ്റിയിലും ഉള്ളൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നല്ല രീതിയിൽ ഇല്ലാതിരിക്കുക, വേണ്ടത്ര സ്കിൽഡ് എംപ്ലോയീസ് ഇല്ലാതിരിക്കുക, അതൊക്കെയാണ് ഇൻറ്റേർണൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് SWOT അനാലിസിസ്. നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഫേമിൽ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഓരോ വ്യക്തികൾ ചെയ്യുമ്പോഴും അതിൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയി മാറും. കാരണം ആ വ്യക്തിയുടേതായ ഐഡിയകളും എക്സ്പീരിയൻസും ബിലീഫും ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ആ റിസൾട്ട് പറയുന്നുണ്ടാവുക. അപ്പോൾ അത് വെച്ചൊരു ഡിസിഷൻ എടുക്കുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ കോംപ്ലക്സ് ഇഷ്യൂവിനെയൊക്കെ ചിലപ്പം നമ്മളെന്താ ഓവറായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഓവറായിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപകരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് നല്ല രീതിയിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ഏതിനാണ് ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും ഏത് ഏരിയയാണ് നമ്മൾ നോക്കേണ്ടതെന്നും കൃത്യമായിട്ട് അറിയാൻ സാധിച്ചോളുന്നില്ല. ഇനി ഇതൊരു മെത്തേഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു മാക്സിമം സൊല്യൂഷൻ അല്ല, ഒരു വഴികാട്ടി മാത്രമാണ്. ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പാണെന്നല്ലാണ്ട് ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുന്നില്ല. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിന് ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതിനൊക്കെയാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ വെച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ അത് വ്യക്തത വേണ്ടത്ര കൃത്യമായി കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ ഈ ഒരു അനാലിസിസ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രെഡിക്റ്റബിലിറ്റിയാണ് ഇതിൻ്റെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സ് ശരിക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിലൂടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വിവരങ്ങൾ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടൈം കൺസ്യൂമിങ് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എക്സ്റ്റേണൽ സോഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരുപാട് സമയവും പൈസയും അതിൻ്റെ ആളുകളെ എൻഗേജ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവാം. ആൻഡ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ഈ ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറേ കാര്യങ്ങളെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു തരുന്നു എന്നല്ലാണ്ട് കൃത്യമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എങ്ങനെ ഓവർകം ചെയ്യാനോ അതിൻ്റെ റെക്കമെൻഡേഷനൊന്നും ഈ ഒരു അനാലിസിസ് വഴി നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് SWOT അനാലിസിസ്, ആ 4 ഫാക്ടേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്